യേശു എൻ്റെ ഇടയനാണേ, തോളിൽ വഹിക്കുന്ന നല്ലിടയൻ. ഭീകരമാ കൂരിരുളിൽ കൂടെ നടക്കുന്ന നല്ലിടയൻ. മുൻപിലും പിൻപിലുമാ ചുറ്റിനും കാവലുണ്ടേ. എൻ മുൻപിലും പിൻപിലുമാ ചുറ്റിനും കാവലുണ്ടേ. ആ കൈകളിൽ ഞാൻ സുരക്ഷിതനാ, ആ കണ്ണുകളാൽ എന്നെ നടത്തിയിടുമേ. ആ കൈകളിൽ ഞാൻ സുരക്ഷിതനാ, ആ കണ്ണുകളാൽ എന്നെ നടത്തിയിടുമേ. യേശു എൻ ഇടയ ശ്രേഷ്ഠനാണേ, ഒന്നിനും കുറവില്ല ഈ ധരയിൽ. യേശു എൻ ഇടയ ശ്രേഷ്ഠനാണേ, ഒന്നിനും കുറവില്ല ഈ ധരയിൽ. പച്ചയാം പുൽപ്പുറങ്ങളാതിലും സ്വസ്ഥമായൊഴുകും നദിയരുകിൽ എന്നെ നടത്തുന്ന നല്ലിടയാ. നിൻ ശബ്ദമെൻ കാതുകൾ കിംപകരം. വോയിസ് ഓഫ് ലവിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് 23-ാം സങ്കീർത്തനമാണ്. അതിനകത്ത് ഏത് വാക്യമാണ് നിങ്ങളെ തൊടാത്ത? എല്ലാ വചനവും നിങ്ങൾക്കുള്ളതാ. അത് ശ്രദ്ധിച്ചേ, നമുക്ക് ഒരുമിച്ചത് പറയാം. യഹോവ എൻ്റെ ഇടയനാകും, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കും, തിരുനാമ നിമിത്തം എന്നെ നീതിപാതയിൽ നടത്തും. താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നു, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കും. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇതിനകത്ത് ഏത് വചന നിങ്ങളോട് പറയണ്ടേ? എല്ലാം നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ യേശുവിനെ നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ രക്ഷിതാവും ആയി സ്വീകരിച്ചതാകട്ടോ. അതിനേക്കാൾ വേറെ ഒരു ഭാഗ്യമില്ല. നിങ്ങൾ രക്ഷകനും കർത്താവുമായിട്ടാണ് സ്വീകരിച്ചേ, പക്ഷെ അവൻ നിങ്ങളുടെ ഇടയനായി, അവൻ നിങ്ങളുടെ സൗഖ്യദായകനായി, അവൻ നിങ്ങളുടെ മധ്യസ്ഥനായി, അവൻ നിങ്ങളുടെ ആത്മമണവാളനായി, അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാമായി മാറി. യെസ്, ആ യേശു നിങ്ങൾക്ക് എല്ലാമായി മാറി. നിങ്ങൾക്ക് സന്തോഷിക്കാനേ ഈ ഭൂമിയിൽ യേശുവിനെ കിട്ടിയാൽ ബാക്കിയുള്ള സമയമുള്ളൂ. ഒരിടത്തും കലങ്ങി മറഞ്ഞ കണ്ണുകളുമായി തുടരാൻ അനുവദിക്കത്തില്ല. ഈ ഇടയന്റെ ഇടപെടലുകൾ നടക്കും. ഭയങ്കരമായിട്ട് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ നിന്നെ കിടത്തും. നീ ഉറക്കോ ഉണർന്നു കഴിഞ്ഞും കഴിച്ചോണം. സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് അവൻ നിന്നെ നടത്തും. ശാന്തമായി ഭയപ്പെടാതെ നീ നിന്റെ ദാഹം തീർത്തോണം. മരണത്തിന്റെ കൂര് താഴ്വരയിലൂടെ നടക്കുമ്പോഴും മരണത്തെ ജയിച്ചവൻ കൂടെ ഉണ്ടായിരിക്കും. അവന്റെ വചനങ്ങളും അവന്റെ ആശ്വാസങ്ങളും നിന്റെ പ്രാണനെ തണുപ്പിക്കും. ഒരു ഭയങ്കര അത് നമുക്ക് തണുപ്പ് തരുന്ന. നമ്മുടെ ചില സമയത്തൊക്കെ ഈ ചൂട് പിടിച്ച് കഴിയുമ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത്. പക്ഷെ പ്രാണനെ തണുപ്പിക്കും. ശത്രുക്കൾക്ക് കാണുക മേശയൊരുക്കും. ഇനി അവൻ പൊങ്ങത്തില്ല, ഉയരത്തില്ലെന്നൊക്കെ പറയുന്നതിൻ്റെ നടുവിൽ നിനക്കതിന് നടുവിൽ വിരുന്നൊരുക്കുവാൻ നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും.
ഞാൻ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരികയല്ല, ഞാൻ ആ വചനം പറയുക. എന്തോ ഒരു അഭിഷേകം ആ വചനത്തിനകത്ത്. നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. നീ അടിത്തട്ടിൽ നിന്ന് അപ്പത്തിന് മാവ് തിരയുന്ന ഒരു വിധവയായിരിക്കത്തില്ല, കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിലായിരിക്കും നിന്നെ നടത്തുന്നത്. ഒന്നിന്റെ പുറകെ നീ പോകാൻ ദൈവം അനുവദിക്കത്തില്ല, എല്ലാം നിന്റെ പുറകെ വരും. അതൊരു ദിവസമല്ല, നിന്റെ ആയുഷ്കാലം മൊത്തം. ഇത്രയും വലിയ അനുഗ്രഹം നിനക്ക് തന്നതാ ആരാ? യേശു നിന്റെ ഇടയനാണ്. പച്ചയാം പുൽപ്പുറങ്ങളാതിലും സ്വസ്ഥമായൊഴുകും നദിയാരുകിൽ എന്നെ നടത്തുന്ന നല്ലിടയാ, നിൻ ശബ്ദമൻ കാതുകൾ കിംബാകരം. ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, അങ്ങ് ഞങ്ങളുടെ നല്ല ഇടയനായിരിക്കുന്നുണ്ട്. നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെ നല്ല വഴികളിൽ നടത്തുന്ന, ഞങ്ങൾ നടക്കേണ്ടുന്ന വഴികളിൽ ഞങ്ങളെ നടത്തുന്ന ഇടയനെ അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഏതുവഴി നടക്കണം, എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണം, ഏത് സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ തിരിയണം, ഇതൊന്നും അറിയാത്തപ്പോഴും അങ്ങയുടെ വടിയും കോലും നീട്ടി ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങളുടെ പ്രാണനെ തണുപ്പിച്ച് ഞങ്ങളെ നല്ല വഴികളിൽ നടത്തുന്ന ഞങ്ങളുടെ ഇടയനായിട്ട് നന്ദി പറയും. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ഇടയനാണ്, കർത്താവാണ്, രക്ഷകനാണ്, സൗഖ്യദായകനാണ്. ഞങ്ങളുടെ സകലതും അങ്ങായിരിക്കാൻ സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് കൂടെയുണ്ട്. സമാധാനത്തോടെ ഇന്നത്തെ ദിവസം എല്ലാ കാര്യം ചെയ്യുക. കർത്താവെ, ഈ ദിവസത്തെ അനുഗ്രഹിച്ച് അപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് അപ്പയുടെ കൂടെ നടക്കാൻ ഒരു അജഗണമായി, അട്ടിൻകൂട്ടമായി യേശുപ്പയുടെ കൂടെ നടക്കാൻ ഈ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണേ. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അത്ഭുതകരമായ വഴികളും വാതിൽ തുറക്കണമേ. ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു യേശുനാമത്തിൽ. ആമേൻ. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ഇടയൻ കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പൊക്കോ. ഇന്നലകൾ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു പ്രത്യേക സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഇന്നുണ്ടായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ശാലോം.